നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ മുല്ലക്കരയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന കേസിൽ പിടികൂടിയ പ്രതികളെ മണ്ണുത്തി പോലീസ് സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പുത്തൂർ കൊങ്ങൻപാറയിൽ കൂട്ടുകാരുമൊത്ത് വീട്ടുമുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന തൊഴിലാളികൾ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16ാം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും തൃശൂർ പുഴയ്ക്കൽ വെഡിംഗ് വില്ലേജിൽ മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ മുല്ലക്കരയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന കേസിൽ പിടികൂടിയ പ്രതികളെ മണ്ണുത്തി പോലീസ് സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ചെറുവാറ വീട്ടിൽ 72 വയസ്സുള്ള സോമശേഖരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ആകാശിന്റെ പൂന മജീദ് രാജസ്ഥാൻ എന്നിവരെ പിടികൂടി. 2 പേരെ പിടികൂടാനുണ്ട്. ACP തോമസൺ, SIമാരായ TG ജയൻ, സന്തോഷ് ജോർജ്, ASI പളനിസ്വാമി എന്നിവരാണ് തെളിവെടുപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. സോമശേഖരൻ എന്ന് പറഞ്ഞ ആളിൻ്റെ വസതിയിൽ വെളുപ്പിന് 3-4 പേര് കയറി അദ്ദേഹത്തെ കൈയും കാലും എല്ലാം ബന്ധിച്ചിട്ടിട്ട് 45 പവൻ സ്വർണവും 50,000 രൂപയും പോയ ഒരു കേസാണ്. ആ കേസിലേക്ക് നമുക്ക് ക്ലൂ ആയിട്ട് ഒരു കാര്യങ്ങളുമില്ല. നമ്മൾ CCTV വിഷ്വൽസും അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് മുഴുവൻ നമ്മൾ നോക്കി. നോക്കിക്കഴിഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ക്ലൂവും കിട്ടിയില്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ ഈ പരിസര പ്രദേശത്തൊരു നാഷണൽ പെർമിറ്റ് ലോറി വന്ന് കിടക്കുന്നത് കണ്ട് അതിനെ ട്രേസ് ചെയ്ത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് സാർ അതിൻ്റെ അകത്ത് പ്രത്യേകമായി ഇൻട്രസ്റ്റ് എടുത്തൊരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പളനിസ്വാമി എന്ന് പറയുന്ന ASIയുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡുണ്ട്. കൂടാതെ കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ സബ് ഡിവിഷൻ തലത്തിൽ ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് നമ്മുടെ SHO ബിജു, കൂടാതെ കൊണ്ട് ASIമാർ, ഇവിടുത്തെ ഓഫീസേഴ്സ്, ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള നമ്മുടെ SI ഉണ്ണി, ഇവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ളൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് തികച്ചും ശാസ്ത്രീയമായിട്ട് മഹാരാഷ്ട്ര സ്വദേശികളും അതുപോലെ തന്നെ രാജസ്ഥാൻ സ്വദേശികളുമായിട്ടുള്ള 4-5 പേര് ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഈ ലോറിയെ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ലോറി ലോഡ് ഇറക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഈ 45 പവൻ നഷ്ടപ്പെട്ടതിൻ്റെ അകത്ത് 37 പവൻ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് ഇവരുടെ അക്കൗണ്ടിലായിട്ടൊരു 4-5 ലക്ഷം രൂപയുണ്ട്. ഇതിന് മുടക്കി വാങ്ങിച്ചിരിക്കുന്ന ഒരു ബൈക്കുണ്ട്. ഇതൊക്കെ റിക്കവർ ചെയ്ത് ഇതിൻ്റെ ബാക്കി പ്രതികളെയും കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 പ്രതികളാണ്. ലോറി ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർ മജീദുണ്ട്, കൂടാതെ കൊണ്ട് ആകാശ് ഷിൻഡെ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇത് രണ്ടും 2 സ്ഥലക്കാരാണ്. രാജസ്ഥാൻകാരനാണ് ഡ്രൈവർ, ഈ ആകാശ് ഷിൻഡെ പൂന മഹാരാഷ്ട്രക്കാരനാണ്. ഇവരെല്ലാവരും കൂടെ സന്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തർ സംസ്ഥാനമായിട്ട് ലോറി നാഷണൽ പെർമിറ്റ് ലോറിയെ പോകുമ്പം അതുവഴിയുള്ള സൗഹൃദം വഴിയാണ് സമാന സ്വഭാവമുള്ള ആൾക്കാർ സന്ധിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതികളെ നമ്മൾക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 പ്രതികളെ ഇപ്പോൾ ഓൾറെഡി അറസ്റ്റ് ചെയ്തു. ബാക്കി പ്രതികളെയും കൂടി താമസം കൂടാതെ കൂടെ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യും. താങ്ക് യു.
7/6/2026 തീയതി വെളുപ്പിനെ നമ്മുടെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള മണ്ണുത്തി സ്റ്റേഷൻ്റെ ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സോമശേഖരൻ എന്ന് പറഞ്ഞ ഒരാളുടെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ കൈയും കാലുകളും ഒക്കെ ബന്ധിച്ച് 45 പവൻ കവർന്ന ഒരു കേസുണ്ട്. ആ കേസ് യഥാർത്ഥത്തിൽ ആ വീട്ടുകാരുടെ ആൻസൈറ്റിയും കാര്യങ്ങളും എല്ലാം കാര്യമായിട്ടുണ്ടായിരുന്നു. ആ കേസ് ഉണ്ടായ ഉടൻ തന്നെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് സാറ് പ്രത്യേകമായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സിനെ പ്രത്യേകിച്ച് ചേർത്തുകൊണ്ട് ഒരു സ്ക്വാഡ് ഉണ്ടാക്കുകയും ശാസ്ത്രീയമായിട്ടുള്ള കേസന്വേഷണ രീതികൾ അവലംബിച്ചുകൊണ്ട് നിരവധി CC ക്യാമറകളും മറ്റും പരിശോധിച്ച് സാറിൻ്റെ തന്നെ ഒരു സ്ക്വാഡുണ്ട്. ആ സ്ക്വാഡിന് പഴനിസ്വാമി എന്ന് പറഞ്ഞ ASI ആണ് നേതൃത്വം കൊടുക്കുന്നത്. കൂടാതെ സബ് ഡിവിഷൻ തലത്തിൽ നമ്മൾ CI ഇവിടുത്തെ ISHO ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡും നേരത്തെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ ASI ഉണ്ണി അടക്കമുള്ള ആൾക്കാരെ ചേർത്തുകൊണ്ട് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും നടത്തുകയും അന്തർ സംസ്ഥാന ബന്ധമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഈ കേസിലെ പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ 2 പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടം എന്നതിനേക്കാളും അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് അത് നേരിട്ടതിലുള്ള വിഷമം ആ കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇവരുടെ അറസ്റ്റിലൂടെയും ഈ പറയുന്ന കേസ് ഡിറ്റക്ട് ചെയ്ത് തൊണ്ടി മുതലൊക്കെ കണ്ടെടുക്കുന്നതിലൂടെയും പരിഹരിക്കാൻ കഴിഞ്ഞെന്നുള്ളൊരു വലിയ സന്തോഷം ഞങ്ങൾ. ഈ കേസിലെ പ്രതികളെ ഇപ്പം തന്നെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ പറയുന്ന ആകാശ് എന്ന് പറഞ്ഞ പൂന സ്വദേശിയായിട്ടുള്ള ആളും ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഒരു മജീദ് എന്ന് പറഞ്ഞ ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും ബാക്കി കേസ് ഭംഗിയായിട്ട് അന്വേഷണം പൂർത്തിയാക്കി തൊഴിൽ മുതലൊക്കെ എടുക്കാമെന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ. പുത്തൂർ കൊങ്ങൻപാറയിൽ കൂട്ടുകാരുമൊത്ത് വീട്ടുമുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൊങ്ങൻപാറ സ്വദേശി പാണ്ഡ്യൻ വീട്ടിൽ രതീഷിന്റെ മകൻ 13 വയസ്സുള്ള ബദ്രീനാഥാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:45 അപകടം. വീട്ടിലെ മെയിൻ സ്വിച്ചിന് സമീപത്ത് എർത്ത് കമ്പിയിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റത്. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ ഗുരുദേവ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മ മിത, സഹോദരൻ കാശിനാഥ്. സംഭവത്തെ തുടർന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പരിശോധന നടത്തി. തൃശൂർ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന തൊഴിലാളികൾ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇന്ധനവില വർധന പിൻവലിക്കുക, സംസ്ഥാന സർക്കാർ അധിക നികുതി കുറയ്ക്കുക, മോട്ടോർ വർക്കേഴ്സ് ഫെയർ വേജസും ഓട്ടോമൊബൈൽ ജീവനക്കാരുടെ മിനിമം കൂലിയും പുതുക്കി നിശ്ചയിക്കുക, KSRTC ജീവനക്കാരെ സ്ഥലം മാറ്റി ശിക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക, ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരോടുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക, ലേബർ കോഡ് പിൻവലിക്കുക, പോലീസ് RTO ഉദ്യോഗസ്ഥരുടെ അതിക്രമം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാർച്ച്. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ചു. CI2 ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ അധ്യക്ഷനായി. ജില്ലാ നേതാക്കളായ KP സണ്ണി, അബിൻ പ്രഭാകർ, TA സിദ്ദീഖ്, G രാധാകൃഷ്ണൻ, മോൻസി പോൾ, TS ബൈജു എന്നിവരും സംസാരിച്ചു. ഇന്ത്യയിൽ പെട്രോൾ പ്രൈസ് നിയന്ത്രിതമായി ഗവൺമെന്റുകൾ നടത്തി വന്നിരുന്ന ചരിത്രമാണ് നമുക്കുണ്ടായിരുന്നത്. ആ പെട്രോൾ വർധനവ് ഇന്ത്യയിൽ UPA ഭരിക്കുന്ന കാലത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് പെട്രോളിന്റെ വില നിർണയ അധികാരമെടുത്ത് കളഞ്ഞ് സ്വമേധയ ഗവൺമെന്റ് തങ്ങളുടെ അധികാരം ഉപേക്ഷിച്ചത്. എല്ലാ മേഖലയിലും ഗവൺമെന്റുകളിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന കാലത്ത് എണ്ണയുടെ വില നിർണ്ണയിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് സ്വമേധയ എടുത്തു കളഞ്ഞു. എണ്ണ കമ്പനികൾക്ക് കൊടുത്തു. എണ്ണ കമ്പനി എന്ന് പറഞ്ഞാൽ നല്ലൊരു പങ്കും പൊതുമേഖലയിലാണ്, സ്വകാര്യ മേഖലയുമുണ്ട്. ഇപ്പോ സ്വകാര്യ മേഖലയാണ് കരുത്താർജിക്കുന്നത്, സ്വകാര്യ മേഖലയ്ക്കാണ് വലിയ പ്രോത്സാഹനം എന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അന്നത്തെ പ്രതിപക്ഷമായ BJP അതിനെ എതിർത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പകുതി വിലക്ക് പെട്രോളും ഡീസലും കൊടുക്കും. ഈ വില നിർണയ അധികാരം എടുത്തു കളഞ്ഞ നടപടി. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16ാം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും തൃശൂർ പുഴയ്ക്കൽ വെഡിംഗ് വില്ലേജിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റാഫി ഫീനിക്സ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ MLA രാജൻ J. പല്ലൻ മുഖ്യാതിഥിയായിരുന്നു.
പെട്രോൾ പമ്പുകളിൽ ക്യാനുകളിൽ ഇന്ധനം ലഭിക്കാത്ത വിഷയത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചു. വൈദ്യുതി ദീപാലങ്കാര മത്സരത്തിൽ വിജയിച്ചവർക്ക് ട്രോഫികൾ നൽകി. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലകളിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായവർ, ഉന്നത വിജയം കൈവരിച്ചവർ, ഓസ്കാർ ഇവന്റ് MD ജനീഷ്, സാജ് ഗ്രൂപ്പ് MD CR സുരേഷ് എന്നിവരെ ആദരിച്ചു. വൈദ്യുത ദീപാലങ്കാര മത്സരം വിജയമാക്കാൻ സഹായിച്ച ദൃശ്യമാധ്യമ പ്രവർത്തകർ, സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് എന്നിവരെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഷിജോൺ അലൻജീസ് സ്വാഗതം ആശംസിച്ചു. ജനറൽ കൺവീനർ ബെന്നി നിലങ്കാവിൽ, ബാബുരാജ്, ഷാജി വർഗീസ് എന്നിവരും സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നു. കനത്ത മഴയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. NDRF സംഘത്തോട് സംഭവസ്ഥലത്തേക്ക് പുറപ്പെടാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. രക്ഷാപ്രവർത്തനം നടന്നു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തുരങ്കപാതയിൽ നിർമ്മാണം നടക്കുന്നതിനാൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. 2 പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർച്ചയായ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലഹരി വിരുദ്ധ ജനകീയ സമിതി തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പലും KCBC മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി ചെയർമാനുമായ റവറൻഡ് ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയ് സർക്കാർ മദ്യശാലകൾ അടച്ചുപൂട്ടിക്കൊണ്ട് നടപ്പാക്കിയ മാതൃക VD സതീശൻ സർക്കാർ അനുവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മദ്യം ഉൾപ്പെടെ ലഹരികൾ കേരളത്തിൽ നിന്ന് തുടച്ചുമാറ്റാൻ സർക്കാർ തയ്യാറാകണം. മദ്യലഭ്യത ഒഴിവാക്കാതെ ലഹരി നിരോധനം സാധ്യമല്ല. മദ്യവിമോചന പ്രവർത്തക KA മഞ്ജുഷ അധ്യക്ഷയായി. CI അബ്ദുൾ ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി. ബേബി കണ്ണമ്പടത്തി, KK അബ്ബാസ് അലി, ഹമീദ് മനക്കൊടി, ശശി ഞെട്ടിശ്ശേരി, അഷ്റഫ് അയ്യന്തോൾ, ബിജു ചെറിയത്ത്, ഉണ്ണികൃഷ്ണൻ, വെളിച്ചം മദ്യവിമോചന സമിതി നേതാക്കളും സംസാരിച്ചു. നമ്മുടെ കളിക്കാർ ആരോഗ്യമുള്ളവരാണെങ്കിൽ ഈ ലഹരിക്കൊന്നും ചെന്ന് പെടരുതെന്ന് അങ്ങനെ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് വേദികളിൽ തിളങ്ങിയ വ്യക്തിയാണ് മർഡോന. പിന്നെന്തുണ്ടായി? അദ്ദേഹം മയക്കുമരുന്നിന് അടിമയായി ശരീരം അല്ലെങ്കിൽ തന്നെ തടിയനാണ്, തടിക്ക് കൂടി ഒരു മന്ദബുദ്ധിയുടെ പോലെ കുറെ കാലം കഴിഞ്ഞു. സർക്കാരിന്റെ ചെലവില് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കോടികൾ മുടക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. പക്ഷേ ജീവിതം എന്തായി? ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തിയിരുന്നവൻ ലഹരി മരുന്നുകളുടെ അടിമയായി മാറുന്ന ദുരവസ്ഥകളും നമ്മുടെ ഇടയിൽ നടക്കണം. ഈ അതിരൂപതയുടെ ചികിത്സാ കേന്ദ്രമാണ് നെസ്റ്റ് ചെറുവരുള്ളത്. ഒരു 40 പേര് ചികിത്സയ്ക്ക് വന്നാൽ ഒരു 30 പേരോളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുക. പന്തലാംപാടം മേരിമാത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒളകര ഫോറസ്റ്റ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. വനമഹോത്സവത്തിന്റെ ഭാഗമായി എത്തിയ വിദ്യാർത്ഥികളെ ഒളകര ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ സ്വീകരിച്ചു. സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KL ലിൻജോ, EP പ്രതീഷ് എന്നിവർ വനമഹോത്സവത്തെക്കുറിച്ചും സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ്സിലെത്തു. ഗ്രേഡ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ NJ ശ്രീജിത്ത്, NR റിൻജോ എന്നിവരുടെ നേതൃത്വത്തിൽ കാനനയാത്രയും വിത്തൂട്ടും നടത്തി. അധ്യാപകരായ ബിജിമോൾ TK, ജാൻവി തോമസ്, MC ഡോൺ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ P ഹരികൃഷ്ണൻ, PB സുമേഷ്, B സുജിത് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെ വിവിധ ടീമുകളായി തിരിച്ച് വനമഹോത്സവ ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. വഴുക്കുംപാറ മേൽപ്പാതയിൽ വൈദ്യുതി വിളക്ക് സ്ഥാപിക്കണമെന്ന് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൌലോസിന്റെ പരാതി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വഴുക്കുംപാറയിൽ അടിപ്പാതയ്ക്ക് മുകളിൽ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൌലോസ് ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് പരാതി നൽകി. മേൽപ്പാതയ്ക്ക് മുകളിൽ പൂർണ്ണമായും വെളിച്ച സംവിധാനം ക്രമീകരിക്കണമെന്ന് കരാറിൽ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തീകരിച്ച എല്ലാ മേൽപ്പാതകളിലും ഇതുണ്ട്. എന്നാൽ ആദ്യ നിർമ്മാണം പൂർത്തീകരിച്ച വഴുക്കുംപാറയിൽ സജ്ജമല്ല. കുതിരൻ തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. നിരന്തരം അപകട മരണങ്ങൾ സംഭവിക്കുന്നു. രക്ഷാപ്രവർത്തനം പലപ്പോഴും ദുഷ്കരമാകുന്നതിന് കാരണം വെളിച്ചത്തിന്റെ അഭാവമാണ്. വെളിച്ചക്കുറവ് പ്രദേശവാസികൾക്കും ആശങ്കയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് KM പൌലോസ് ആവശ്യപ്പെട്ടു. തുരങ്കം കഴിഞ്ഞാൽ ദേശീയപാതയിൽ വഴുക്കുംപാറ സെന്റർ കഴിഞ്ഞെങ്കിൽ മാത്രമേ വെളിച്ചമുള്ളൂ. അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. NH 544 കുതിരാൻ തുരങ്കമുഖത്ത് വഴുക്കുംപാറയിലുള്ള മേൽപ്പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കാത്തത് മൂലം ഈ പ്രദേശവാസികൾക്ക് രാത്രികളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അറിഞ്ഞ് ഓടിയെത്തി അവരെ രക്ഷിക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്.
ഇവിടെ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇവിടെ ക്രമീകരിച്ചില്ല എങ്കിൽ 2 സർവീസ് റോഡുകളിലും രാത്രി കാലങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുകയും അനേകര് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നത് മൂലം ഈ പ്രദേശത്തുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ മേൽപ്പാലത്തിൽ എത്രയും വേഗം ലൈറ്റുകൾ സ്ഥാപിച്ച് ഇവിടെയുള്ള അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് 5-6 വർഷങ്ങളായി ഇതിന്റെ പണി തീർന്നിട്ട്, പക്ഷെ ഇതുവരെയും ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. മറ്റുള്ള എല്ലാ മേൽപ്പാലങ്ങളിലും തന്നെ ലൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്താണ് സ്ഥാപിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. വായനാ പക്ഷ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം കട്ടിലപ്പൂവം ഗ്രാമീണ വായനശാലയുടെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കട്ടിലപ്പൂവം സ്കൂളിൽ നടന്നു. വായനശാല പ്രസിഡന്റ് A ചാക്കോയുടെ അധ്യക്ഷതയിൽ IV ദാസ് അനുസ്മരണ യോഗത്തിൽ GC ഫ്രാൻസിസ് ടീച്ചർ സ്വാഗതവും ഹെഡ്മിസ്റ്റേഴ്സ് രേണുക ഉദ്ഘാടനവും നിർവഹിച്ചു. സണ്ണി വെല്ലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. വിധു ടീച്ചർ ആശംസയർപ്പിച്ചു. വായനശാല സെക്രട്ടറി ജിബു കൊട്ടാരത്തിൽ നന്ദികൾ അറിയിച്ചു. മഴയുടെ ദൗർലഭ്യം. വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നില്ല. കാർഷിക മേഖല ആശങ്കയിലാണ്. പ്രതികൂലമായ സാഹചര്യത്തിൽ കാലവർഷം ദുർബലമാകുമ്പോൾ തൃശൂർ ജില്ലയിലെ ഡാമുകൾ വാഴാനി, പത്താഴക്കുണ്ട്, പൂമല വെള്ളത്തിന്റെ അപര്യാപ്തത കുടിവെള്ളം കിട്ടാക്കനിയാകുമോ എന്ന ആശങ്കയുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ച വാഴാനി ഡാമിലെ തുറന്നുവിടുന്ന വെള്ളത്തെ ആശ്രയിച്ച് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലും തെക്കുംകര, വീരൂർ, എരുമപ്പെട്ടി, മറ്റ് പ്രാന്തപ്രദേശങ്ങളിലെ പാടശേഖര സമിതിക്കാർ മഴയുടെ ശതമാനക്കണക്കിലെ വലിയ വ്യത്യാസം മാനസിക പിരിമുറുക്കം രൂക്ഷമാക്കുന്നു. ശക്തമായി മഴ പെയ്യുമ്പോൾ കാട്ടുചോലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരുറവ ഇക്കുറി ഇല്ല എന്നുള്ള പരമാർത്ഥം ഉൾക്കൊള്ളുമ്പോഴാണ് നെൽകർഷകർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത്. തൃശൂർ ജില്ലയിൽ പൊതുവെ മഴയുടെ തോത് പ്രതീക്ഷിച്ചതിലും കുറവാണ്. പ്രധാന ജലസ്രോതസ്സുകളിലെല്ലാം നാമമാത്രമായി വെള്ളമാണുള്ളത്. തലപ്പള്ളി താലൂക്കിന്റെ വിവിധ മേഖലകളിലെ പാടശേഖരങ്ങളുടെ അഭയ കേന്ദ്രമാണ് വാഴാനി ഡാം. കാർഷിക മേഖല മാത്രമല്ല, കുടിവെള്ളക്ഷാമവും വന്നാൽ ഓരോ വർഷങ്ങൾ മറയുമ്പോഴും നിലവിലെ പ്രതികൂല സാഹചര്യം അസഹനീയമാണെന്നും പരമ്പരാഗത നെൽകർഷകർ സങ്കടത്തോടെയാണ് പറയുന്നത്. പ്രകൃതിയുടെ വിളയാട്ടമാണെങ്കിലും ഉപജീവനം മുട്ടിക്കുമോ എന്ന ആശങ്കയുണ്ട്. ആദ്യകാലങ്ങളിലെ വിരുപ്പ്, മുണ്ടകൻ, പുഞ്ച ഇതെല്ലാം മനസ്സിലിട്ട് താലോലിക്കുകയല്ലാതെ മഴയുടെ കുറവ് മൂലം മുണ്ടകൻ മാത്രമാക്കി ഒതുക്കുകയാണ് ഒട്ടുമിക്ക പാടശേഖരങ്ങളും. പന്ത്രണ്ട് കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവും സംഘവും നടത്തിയ പരിശോധനയിലാണ്
12 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത്. പീച്ചി വടക്കുംപാടം സ്വദേശി ചെള്ളിവീട്ടിൽ രവിയെ പോലീസ് പിടികൂടി. വൻതോതിൽ മദ്യം സ്റ്റോക്ക് ചെയ്ത് വൻ ലാഭത്തിന് വിൽക്കുന്ന ഡ്യൂപ്പ് രവി എന്ന രവി 10ഓളം കേസുകളിൽ പ്രതിയാണ്. മദ്യം വിറ്റുകിട്ടിയ 2250 രൂപയും കടത്താൻ ഉപയോഗിച്ച ആക്ടിവ സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു NR, കൃഷ്ണപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ, ഷാജിദ്, ഷൈജു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. അമല മെഡിക്കൽ കോളേജിലെ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഷ് ടു ആർട്ട് മത്സരത്തിന്റെ സമ്മാനദാനം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അഖിൽ നെല്ലിശ്ശേരി നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ദീപ്തി രാമകൃഷ്ണൻ, ഡോക്ടർ ലോല ദാസ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ജോബി തോമസ്, ഡോക്ടർ ഐശ്വര്യ അലക്സ്, PRO ജോസഫ് വർഗീസ്, ബിനുമാൻ ആന്റണി എന്നിവരും പങ്കെടുത്തു. ഫിഫ്ത്ത് ഫോർ എർത്തിന്റെ വാർഷിക പ്രവർത്തന പരിപാടി ഇക്കോ ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ ശ്രുതി CM അവതരിപ്പിച്ചു. അനാറ്റമി, മൈക്രോബയോളജി, അക്കാദമിക് സെഷൻ എന്നിവർ 1, 2, 3 സമ്മാനങ്ങൾ നേടി. മെഡിക്കൽ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ആൻസൺ ജേക്കബ് സമ്മാനം സ്വീകരിച്ചു. മുണ്ടൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കർമ്മസേന രൂപീകരിച്ചിരിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. വായനയും എഴുത്തും ശീലമാക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ വിദ്യാലയത്തിൽ നടപ്പിലാക്കി ലഹരിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പ്രതിജ്ഞയെടുത്ത് രംഗത്തെത്തി. ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ ദിന വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ PTA പ്രസിഡന്റ് സിജോ MJ അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഫർസാന റഫീഖ് മുഖ്യാതിഥിയായ യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി ടീച്ചർ വിദ്യാലയത്തിൽ നടന്ന ലഹരി വിരുദ്ധ വാരാചരണ പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചു. അധ്യാപകരായ ജിനി, സിസ്റ്റർ ലിസ്ന, സിസ്റ്റർ ഷിൻസി, ജീന, ഡെൽഫി എന്നിവർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സെമിനാറിനു ശേഷം എഴുത്തും വായനയും ശീലമാക്കി പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രതിജ്ഞ മേജർ PJ സ്റ്റൈജു ചൊല്ലിക്കൊടുത്തു. വരും ദിവസങ്ങളിൽ ഓരോ ക്ലാസ് റൂമുകളിലേക്കും കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കാൻ ഉതകുന്ന രീതിയിൽ വായന മൂലകൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ സജ്ജമാക്കുമെന്നും പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസിറ്റ റോസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം LSS നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രവർത്തക യോഗം തൃശൂർ CMS സ്കൂൾ ഹാളിൽ സംസ്ഥാന വൈസ് ചെയർമാൻ AE സാബിറയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിയലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ഭാരവാഹികളായി MC തൈക്കാട്, പ്രസിഡന്റ് റോസി ലോനപ്പൻ, സുബ്രഹ്മണ്യൻ KV വൈസ് ചെയർമാൻമാർ, സജീവ് PP ജനറൽ സെക്രട്ടറി, സോളി അനിൽ, ജോസ് മാണി ജോയിന്റ് സെക്രട്ടറിമാർ, KN ജനാർദ്ദനൻ ട്രഷറർ, മോഹൻ കോർഡിനേറ്റർ, ജനാർദ്ദനൻ KV, രാജൻ വടക്കെടുത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, റോയ് KJ, വിദ്യാസാഗർ, പുഷ്പലത, മാധവൻ EP, ജോസ്, ജോയ് ഫ്രാൻസിസ്, ഹരിദാസൻ, തവരാജ്, കുമാരൻ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു. പീച്ചി ഡാമിന്റെ റിസർവോയർ പ്രദേശമായ പീച്ചിപ്പാടത്തിലേക്ക് അനധികൃത പ്രവേശനത്തിൽ വലഞ്ഞ പരിസരവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്ന ഹാഷ്ടാഗോടുകൂടി വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ പ്രതിദിനമെത്തി. വനംവകുപ്പും ഇറിഗേഷൻ വിഭാഗവും പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുള്ള മേഖലയിലാണ് സന്ദർശകരുടെ ഒഴുക്ക്. പൊറുതിമുട്ടി നാട്ടുകാർ പ്രദേശം സഞ്ചരിക്കാൻ എത്തുന്നവരുടെ ലഹരി ഉപയോഗം അവരെ വലയ്ക്കുകയാണ്. മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വള്ളങ്ങളിലടക്കം മദ്യക്കുപ്പികൾ ഉപേക്ഷിക്കുന്നു. പലപ്പോഴും ലഹരിയുടെ ഉപയോഗം ചോദ്യം ചെയ്യുമ്പോൾ സംഘർഷത്തിന്റെ വക്കോളം എത്തുന്നു. വേനൽക്കാലത്ത് കുടിവെള്ള ആവശ്യങ്ങൾക്കായി നാട്ടുകാർ ചെറിയ കുഴികൾ അതിൽ മോട്ടോർ ഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പ്രദേശവാസികളുടെ 10ഓളം മോട്ടോറുകൾ സ്ഥലം സന്ദർശിക്കാൻ എത്തിയവർ മോഷ്ടിച്ചുകൊണ്ടുപോയി. മീൻപിടുത്തവും പ്രതിസന്ധിയിലാണ്. പീച്ചി പട്ടികവർഗ ഫിഷറി സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്കാണ് റിസർവോയറിൽ നിന്ന് മീൻ പിടിക്കാൻ അധികാരം ഉള്ളത്. പ്രതിവർഷം ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറുമുണ്ട്. സന്ദർശകർ പ്രജനനകാലത്ത് പോലും മത്സ്യങ്ങളെ നിരോധിത വലകൾ ഉപയോഗിച്ച് പിടിക്കുന്നതുകൊണ്ട് മത്സ്യസമ്പത്തിന്റെ കാര്യത്തിൽ വൻ ആശങ്കയാണ്. വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും വരുന്ന സന്ദർശകർ പിടികൂടുന്ന മത്സ്യങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയുമുണ്ട്. ഇത് സംഘാംഗങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാട്ടാനക്കൂട്ടം തൊട്ടടുത്ത്, അപകടം തൊട്ടുമുന്നിൽ. സന്ദർശകർ കൂട്ടത്തോടെ വരികയും വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രദേശം നിരന്തരം കാട്ടാനക്കൂട്ടം എത്തുന്ന മേഖലയാണ്. 6ലധികം കാട്ടാനകൾ എല്ലാ ദിവസവും എത്താറുണ്ട്. സന്ദർശനം ആനകളെ കാണുമ്പോൾ ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നു, ബഹളം വയ്ക്കുന്നു. ഇവയെ പ്രകോപിപ്പിക്കുകയാണ്. ഇത് ജീവന് ഭീഷണിയാണ്. പീച്ചി റിസർവോയറിലേക്കുള്ള അനധികൃത പ്രവേശനം നിരോധിച്ച് കർശനമായി നിയന്ത്രിക്കാനും ഇതുവഴി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നിട്ടുണ്ട്. അനധികൃത മാർഗങ്ങളിലൂടെ പീച്ചി ഡാമിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി തടയണം. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും വാർഡ് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യാനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. മുന്നറിയിപ്പ് അവഗണിച്ച് ജലാശയത്തിൽ ഇറങ്ങുന്നവർക്കും ജലാശയവും പരിസരവും മലിനമാക്കുന്നവർക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MN സജിത്ത് അധ്യക്ഷനായിരുന്നു.
പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ, വാർഡ് മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ, സന്ധ്യ ഷാജി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പി.ജി ജലസേചന പദ്ധതി ഉദ്യോഗസ്ഥർ, DTPC ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഫ്രണ്ട്സ് ഫുട്ബോൾ ക്ലബ്ബ് വാർഷികം 40+ വയസ്സുകാർക്കുള്ള ഫ്രണ്ട്സ് ഫുട്ബോൾ ക്ലബ്ബ് വടക്കാഞ്ചേരി വിപുലമായി ആഘോഷിച്ചു. കഴിഞ്ഞ 12 മാസത്തിൽ പ്രസിദ്ധ സെവൻസ് ഫുട്ബോൾ താരം A.A. മജീദ് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് FC നേടിയത് 4 റണ്ണേഴ്സ് അപ്പ് ട്രോഫികൾ, 4 സെമി ഫൈനലുകൾ, 8 വ്യക്തിഗത ട്രോഫികൾ, നിരവധി പ്രദർശന മത്സര ട്രോഫികൾ, 2 സ്പോൺസർ ജേഴ്സികൾ. ഫ്രണ്ട്സ് FC പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സുലൈമാൻ C. ഷറഫു ചെയർമാൻ, ബാബുരാജൻ കിഴക്കിടത്ത് പ്രസിഡന്റ്, റഫീഖ് A.A. സെക്രട്ടറി, ബിനോയ് E.V. ട്രഷറർ. കഴിഞ്ഞ മാസം ഫ്രണ്ട്സ് FC 2026 ലോകകപ്പിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരത്തിൽ ഫിഫ റാലി നടത്തിയിരുന്നു. കസ്റ്റഡിയിലുള്ള വധശ്രമ കേസ് പ്രതി രക്ഷപ്പെട്ടു. പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയാണ് രക്ഷപ്പെട്ടത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പോലീസിനെ തള്ളിയിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. ഒഡീഷ സ്വദേശിയുടെ കൊലപാതകം പ്രധാന പ്രതിയെ അസമിൽ നിന്ന് അതിസാഹസികമായി പിടികൂടി. നൌഗാവ് സ്വദേശി നൂർ അസ്ലം എന്നയാളെയാണ് അന്വേഷണ സംഘം അസമിൽ നിന്ന് അതിസാഹസികമായി പിടികൂടിയത്. 8-അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ധൻപതി നായ് മരണപ്പെടുകയായിരുന്നു. ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിലാണ് 6 പ്രതികളെ പിടികൂടി കോടതി റിമാൻഡ് ചെയ്തത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് പ്രധാന പ്രതി നൂർ അസ്ലമിലേക്ക് അസാമിലേക്ക് കടന്നുകളഞ്ഞു എന്ന് മനസ്സിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം അസമിലേക്ക് തിരിച്ചത്. 4 പോലീസ് സ്റ്റേഷൻ പരിധികളിലും അന്വേഷണം നടത്തി വന്നപ്പോൾ മോരിഗാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോപ്പുജാരി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരം ലഭിച്ച് അവിടെ എത്തി നടത്തിയ തിരച്ചിലിൽ വെള്ളം നിറഞ്ഞ ചതുപ്പ് പ്രദേശത്ത് നിന്ന് അതിസാഹസികമായാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ഇൻസ്പെക്ടർ കിരൺ സി നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, അജ്മൽ, ഹരീഷ് കുമാർ, ദീപക് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണം. തൃശൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റായ VK പ്രകാശൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രജിതയാണ് ഭാര്യ. മനു പ്രകാശ് മകനും, നന്ദ ഡി രാജ് മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുല്ലക്കരയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന കേസിൽ പിടികൂടിയ പ്രതികളെ മണ്ണുത്തി പോലീസ് സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പുത്തൂർ കൊങ്ങൻപാറയിൽ കൂട്ടുകാരുമൊത്ത് വീട്ടുമുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന തൊഴിലാളികൾ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16ാം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും തൃശൂർ പുഴയ്ക്കൽ വെഡിംഗ് വില്ലേജിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.